ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് മുട്ടയും സവാളയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. സവാളയും മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് പുറം വശം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള സവാളയാണ് കേട്ടോ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1/4 ടീസ്പൂണിൻ്റെ താഴെ വലിയ ജീരകം പാട് ചേർത്ത് ചതച്ചതും എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കുറച്ച് അധികം തന്നെ ചേർക്കാം കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാനിവിടെ നടുകൊന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സവാള വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ സവാളയൊക്കെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു സ്നാക്കിന് എത്രത്തോളം ഉപ്പ് വേണോ അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഈ ഒരു സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സവാള നല്ലപോലെ വിടർത്തിയെടുക്കണം കേട്ടോ. അതായത് ഓരോന്നായിട്ട് കിട്ടണം. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഈ ഒരു സവാളയിലത്തെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരണം. അപ്പോൾ അങ്ങനെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റോളം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴേ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മിനിമം 5 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് നേരം വെക്കുക. അപ്പോൾ ഏകദേശം ഞാനിവിടെ 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്ര മതി. ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വലിയ ജീരകം ചതച്ചതും പാടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ജീരകം ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത്. 1/4 ടീസ്പൂണിൻ്റെ താഴെ മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളറും ഉണ്ടാവും, എന്നാൽ എരിവ് പാകമായിരിക്കും. അപ്പോൾ ഞാനിവിടെ സാധാ മുളക് പൊടി എരിവുള്ളത് ചേർത്ത് കൊടുക്കുന്നത് വെറും 1/2 ടീസ്പൂണാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ മിക്സ് ചെയ്യേണ്ടത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ. ആ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു സവാളയുടെ ആ ഒരു വെള്ളത്തിൻ്റെ നനവിൽ മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. അതായത് പുറം വശം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ മുട്ട ഇതിൽ കവർ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാദാ പച്ചവെള്ളം 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നീട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈ ഒരു സവാളയൊന്നും സെപ്പറേറ്റ് ആവാതെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാൻ. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാളൻ്റെ ഒരു കൂട്ട് കുറച്ച് കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുക. മുട്ടൻ്റെ ഭാഗം ഒട്ടും പുറത്ത് കാണരുത് കേട്ടോ. അതിനനുസരിച്ച് വേണം ഇത് കവർ ചെയ്തെടുക്കാനും. അപ്പോൾ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം 2 കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രയാസമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഒന്നിവിടെ കവർ ചെയ്തെടുത്തിട്ടോ, നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടനെ 2 ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവട്ടെ നമ്മൾ കവർ ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോനെ വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുട്ടനെ 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലും ചെറുതാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ അടുത്തത് ഞാനിവിടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മുട്ടയും ഞാനിവിടെ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓയിൽ നല്ല രീതിയിൽ ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. സവാളയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള മൈദ അരിപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി കിട്ടണമെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഒട്ടും ഓയിലൊന്നും കുടിക്കൂല. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും. ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു സമയത്തിന് ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഏകദേശം ഒരു സൈഡ് ആയാൽ മാത്രം ഇളക്കി കൊടുക്കുക. അതായത് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ സവാളയൊക്കെ അയിമന്ന് വിട്ട് വരും. ഒരു 40 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്നിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് അതിൻ്റെ മുകൾ വശത്തുള്ള ആ ഒരു സവാളയും പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ മുകളിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ആ ഒരു വശം ഒന്ന് സെറ്റാക്കി എടുത്താൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടും പൊട്ടിപ്പോകില്ല. അതായത് സവാളയൊന്നും സെപ്പറേറ്റ് ആയിട്ട് വരില്ല, എല്ലാം സെറ്റായിട്ട് തന്നെ ഇരിക്കും. ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സവാള നല്ലപോലെ കളറ് മാറും. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കളറ് മാറരുത്. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ആ ഒരു വശം നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഏകദേശം 1 മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനും. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ സവാളയൊന്നും ഒട്ടും പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ അതിൻ്റെ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാമത്തെ തവണ സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈഡ് ആയി കിട്ടും കേട്ടോ. കാരണം നല്ല പോലെ ഓയിലൊക്കെ ഒന്ന് ചൂടായിരിക്കുന്ന സമയമാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മല്ലിയിലയുടെയും കറിവേപ്പിലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ മുട്ട ബജിയൊക്കെ തയ്യാറാക്കുമല്ലോ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. അതായത് അത് നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ സവാളയിൽ പൊതിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു വശം കൂടി ആയിട്ട് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കട്ടോ. ഇതിൻ്റെ ഒന്ന് മാത്രം മതി നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാട്ടോ, ഇതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ട മുട്ടയൊക്കെ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു സവാളയും മുട്ടയും വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.